ഒരല്പം നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രണ്ട് ടേംസ് ആണ് അമേരിക്കൻ ഓപ്ഷൻ ആൻഡ് യൂറോപ്യൻ ഓപ്ഷൻ. ഇൻ ദിസ് വീഡിയോ ഐ വിൽ എക്സ്പ്ലെയിൻ ബോത്ത്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഇറ്റ്? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ കോൺട്രാക്ട്. ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമിനുള്ളിൽ മുൻ നിശ്ചയിച്ച വിലയിൽ ഒരു അസറ്റ് വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ള ഒരു അവകാശത്തെ തരുന്ന ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്ട് ആണ് ഓപ്ഷൻ. ആൻഡ് ഓൾവേസ് റിമെമ്പർ ഇറ്റ്സ് എ റൈറ്റ് നോട്ട് ആൻ ഒബ്ലിഗേഷൻ. ഈ ഓപ്ഷൻസ് തന്നെ പല ടൈപ്സ് ഉണ്ട്. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, അങ്ങനെയൊക്കെ. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ ഓപ്ഷനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ജോഗ്രഫി. അപ്പോൾ പിന്നെ വേർ ഡസ് ദ ഡിഫറൻസ് ലൈസ്? ദ ഡിഫറൻസ് ലൈസ് ഇൻ ദി ടൈമിംഗ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഒരു എക്സാമ്പിൾ കൂടി ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ട്രെൻഡ്സ് പോലത്തെ ഷോപ്പിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ ഗിഫ്റ്റ് വൗച്ചർ. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇറ്റ് ഈസ് വാലിഡ് ഫ്രം ദിസ് ഡേറ്റ് ടു ദിസ് ഡേറ്റ് എന്ന്. ദാറ്റ് മീൻസ് ആ പീരീഡിനുള്ളിൽ നമ്മൾ എപ്പോൾ പോയാലും നമുക്ക് പർച്ചേസ് ചെയ്യാം, ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ റെഡീം ചെയ്യാം. ദിസ് ഇസ് ഹൗ ആൻ അമേരിക്കൻ ഓപ്ഷൻ വർക്ക്സ്. അതായത് ആ പറഞ്ഞിരിക്കുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ബൈങ് ഓർ സെല്ലിംഗ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി യൂറോപ്യൻ ഓപ്ഷന്റെ കേസ്, നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ സ്റ്റേജ് ഷോസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇറ്റ് വിൽ ബി ഓൺ എ പർട്ടിക്കുലർ ഡേ, ഒരു സമയത്ത്, ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ദിവസം ആ സമയത്ത് ആ സ്ഥലത്ത് ചെന്നാൽ മാത്രമേ ആ സ്റ്റേജ് ഷോ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് തന്നെയാണ് യൂറോപ്യൻ ഓപ്ഷൻ. ആ പർട്ടിക്കുലർ ഡേയിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ബൈങ് ഓർ സെല്ലിംഗ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ അമേരിക്കൻ ഓപ്ഷൻ എനി ടൈം ഓപ്ഷൻ, യൂറോപ്യൻ ഓപ്ഷൻ ഓൺ എക്സ്പയറേഷൻ ഡേറ്റ് ഓൺലി. ഇനി ബോണസ് ആയിട്ട് വേണമെങ്കിൽ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞു തരാം. ഈ ഒരൊറ്റ ഡയലോഗ് ഓർത്തിരുന്നാൽ മതി, ഈ അമേരിക്കക്കാർക്കൊക്കെ എന്തും ആവാമല്ലോ. അമേരിക്കൻ ഓപ്ഷൻ എനി ടൈം ഓപ്ഷൻ, യൂറോപ്യൻ ഓപ്ഷൻ എക്സ്പയറേഷൻ ഡേറ്റ് ഓൺലി. എന്നാലും പിന്നെ എന്തിനായിരിക്കും ഇതിന് അമേരിക്കൻ ഓപ്ഷൻ ആൻഡ് യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പേരിട്ടെ? ഡു യു വാണ്ട് ടു നോ? Leave a comment. I will explain in the next video.